ഓം ശണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് നൃഗരാജാവിൻ്റെ കഥയാണ്. ഒരിക്കൽ ഭഗവാൻ കൃഷ്ണൻ്റെ കുടുംബാംഗങ്ങളായിരിക്കുന്ന സാമ്പൻ, പ്രത്യുമ്നൻ, ചാരുഭാനു, ഗതൻ എന്നീ യദുവംശ രാജകുമാരന്മാർ ദ്വാരകയ്ക്ക് സമീപമുള്ള വനത്തിൽ വിനോദയാത്രയ്ക്ക് പോയി. യാത്രക്കിടയിൽ ദാഹാർത്തരായിരിക്കുന്ന അവർ കാട്ടിൽ എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിച്ചു. അവസാനം അവർ ഒരു കിണറ്റിൻ കരയിലെത്തി. വെള്ളമുണ്ടായിരുന്നില്ല. പക്ഷെ അതിനുള്ളിൽ ഒരു വിചിത്ര ജീവിയെ അവർ കണ്ടു. ഒരു വലിയ പല്ലി പോലെ. അതിനെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ജീവി എങ്ങനെയോ അതിൽ പെട്ടുപോയതാണെന്നും എത്ര ശ്രമിച്ചിട്ടും അതിന് പുറത്ത് കടക്കാൻ പറ്റാത്തതാണെന്നും അവർക്ക് മനസ്സിലായി. അതിനാൽ അതിനോട് ദയ തോന്നിയ അവർ അതിനെ രക്ഷപ്പെടുത്താൻ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവുന്നത്ര ശ്രമിച്ചു. നിർഭാഗ്യവശാൽ പലതരത്തിൽ ശ്രമിച്ചിട്ടും അവർക്കതിന് സാധിച്ചില്ല. അവർ വള്ളികൾ കൂട്ടിക്കെട്ടി അതിനെ രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിച്ചിട്ട് ഒരു രക്ഷയുണ്ടായില്ല, കഴിഞ്ഞില്ല. പല വിധത്തിൽ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ആ ഒന്നിനെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല. അവർക്ക് ആ ജീവി എന്താണെന്ന് തന്നെ മനസ്സിലായില്ല. അവർ പല്ലി എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ യഥാർത്ഥത്തിൽ ഓന്താണ്. മടങ്ങിയെത്തിയ രാജകുമാരന്മാർ ഈ കഥ കൃഷ്ണനോട് പറഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണല്ലോ. നമ്മൾ ഭഗവാന്റെ നൈമിത്യ കർമ്മങ്ങളൊക്കെ കാണുമ്പോൾ ഭഗവാൻ എല്ലാ ജീവികളോടും ദയ തോന്നി ഒരു ദിവസത്തിൽ എല്ലാ ജീവികളുമായിട്ട് സംവാദം നടത്തുന്നതും അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുക്കുന്നതും ഒക്കെ നിത്യകർമ്മത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മടങ്ങിയെത്തിയ രാജകുമാരൻ ഈ കാര്യം ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാന് മറ്റ് ജീവികളോട് കാരുണ്യമുണ്ട്. എല്ലാ ജീവജാലങ്ങളോടും സുഹൃത്താണ് ഭഗവാൻ. അതിനാൽ മക്കളുടെ അപേക്ഷ അനുസരിച്ചുകൊണ്ട് അദ്ദേഹം നേരിട്ട് ആ കിണറ്റിൻ കരയിലെത്തി. തൻ്റെ ഇടത്ത് കൈ നീട്ടിക്കൊടുത്തു. അതിനെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു. കൃഷ്ണൻ്റെ കരസ്പർശമേറ്റ നിമിഷത്തിൽ തന്നെ ആ ഓന്ത് ഒരു രൂപം, തൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം വെടിഞ്ഞ്, ഇപ്പോഴുള്ള രൂപത്തെ വെടിഞ്ഞ് സ്വർലോകവാസിയായിരിക്കുന്ന ഒരു ദേവതയായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ആകാരം ഒരുക്കിയെടുത്ത സ്വർണം പോലെ തിളങ്ങിയിരുന്നു. ഒന്നാം തരം വസ്ത്രങ്ങളും കഴുത്തിൽ വില പിടിച്ച ആഭരണങ്ങളും അദ്ദേഹം അണിഞ്ഞിരുന്നു. അപ്പോൾ ഭഗവാന്റെ കരസ്പർശേറ്റതെ തന്നെ ഈ നൃഗൻ രാജാവായിരുന്ന ആള്, പൂർവ്വജന്മത്തിൽ രാജൻ എന്ന് പറയുന്ന ഒരു ക്ഷത്രിയനായിരുന്നു അദ്ദേഹം. നൃഗൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു രാജാവുമായിരുന്നു. ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവനുമായിരുന്നു. പിന്നീട് ഉള്ള ജന്മത്തിലാണ് അതപ്പതിച്ച ഓന്തായിട്ട് മാറിയത്. ഭഗവാന്റെ കൈസ്പർശമുണ്ടായപ്പോൾ തന്നെ രൂപം മാറി. മോക്ഷം ഇല്ലെങ്കിൽ ജന്മസാഫല്യം കിട്ടിയെന്നർത്ഥം. അദ്ദേഹം ഒരു ദേവതയുടെ രൂപം ധരിച്ചു. ഈ ദേവൻ ഓന്തിൻ്റെ രൂപത്തിൽ നിന്ന് സ്വീകരിക്കാൻ ഇടയായത് എങ്ങനെയെന്ന്, ഓന്തിൻ്റെ രൂപം എങ്ങനെയാണ്, ഭാഗവതത്തിൽ ഓന്തെന്ന് തന്നെ പറയണേ. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയെന്ന കാര്യം കൃഷ്ണന് അജ്ഞാതമായിരുന്നില്ല. എങ്കിലും മറ്റൊരാളുടെ അറിവിന് വേണ്ടിയിട്ട്, ഇല്ലേ കൂടെയുള്ള യാദവന്മാരുടെ അറിവിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു, പ്രിയപ്പെട്ട ഭാഗ്യവാനായിരിക്കുന്ന ദേവ, നിങ്ങളുടെ ശരീരം ഇപ്പോൾ സുന്ദരവും ഉജ്ജ്വലവുമായി തീർന്നിരിക്കും. നിങ്ങളുടെ രൂപം തന്നെ മാറി. അങ്ങ് ആരാണ് യഥാർത്ഥത്തിൽ? സ്വർഗ്ഗലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഏതോ ദേവതയാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങയ്ക്ക് സർവ്വഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ഭവിക്കട്ടെ. അങ്ങ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ പോകാനാവില്ലെന്ന് നാം കരുതുന്നു. പക്ഷേ ഒരു ഓന്ത് വർഗത്തിൽ ജന്മം കൊണ്ടത് അങ്ങയുടെ പൂർവ്വ കർമ്മഫലമായിരിക്കുമെന്നും ഞാൻ കാണുന്നു. എന്നിരുന്നാലും അങ്ങ് ഈ അവസ്ഥയിലേക്ക് പോകാനുണ്ടായ കാരണം എങ്ങനെയെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ രഹസ്യം വെളിപ്പെടുത്താൻ വിരോധമില്ലെങ്കിൽ അങ്ങയുടെ യാഥാർത്ഥ്യം ദയവായിട്ട് പറഞ്ഞു തന്നാലും. നമുക്ക് സാധാരണ ഏത് ജന്മത്തിൽ വന്നാലും പൂർവ്വജന്മ സ്മരണയൊന്നും ഉണ്ടാവില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭാവരാഹിത്യം സംഭവിക്കുമ്പോഴാണ് പൂർവ്വജന്മ സ്മരണയൊക്കെ കിട്ടുള്ളൂ. അത് ഏത് ജീവി അവസ്ഥയിലാണെങ്കിലും പൂർവ്വജന്മ സ്മരണയുണ്ടാകും. ആധ്യാത്മികമായിട്ട് ആത്മവിചാരം ചെയ്ത് ആത്മതലത്തിൽ ഉയർന്നാൽ ഏത് ശരീരത്തിലിരുന്നാലും പൂർവ്വജന്മ സ്മരണയുണ്ടാകും. അതിനുള്ള ജ്ഞാനവും ഉണ്ടാകും. ഈ വലിയ
ഓന്ത് വാസ്തവത്തിൽ നൃഗരാജാവായിരുന്നു. പരമപുരുഷൻ ഇത്തരത്തിൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സൂര്യപ്രകാശം പോലെ വെട്ടിത്തിളങ്ങുന്ന കിരീടം മണ്ണിൽ സ്പർശിക്കും വിധം ഭഗവാന്റെ മുമ്പിൽ കുനിഞ്ഞു നമസ്കരിച്ചു. സർവേശ്വരന് സാദര പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: പ്രിയപ്പെട്ട ഭഗവാനെ, ഇഷാകുപുത്രനായിരിക്കുന്ന നൃഗൻ എന്ന രാജാവാണ് ഞാൻ. ദാനവീരന്മാരായിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എൻ്റെ പേരും അങ്ങ് കേട്ടിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഭഗവാനെ, അങ്ങ് തന്നെ സാക്ഷി. ജീവാത്മാക്കൾ ചെയ്തിട്ടുള്ള ഓരോ കർമ്മവും കഴിഞ്ഞു പോയതും ഇപ്പോഴത്തേതും ഇനി വരാൻ പോകുന്നതുമെല്ലാം അങ്ങയ്ക്ക് അറിവുള്ളതാണ്. അവിടുത്തെ നിത്യമായിരിക്കുന്ന ബോധത്തിൽ നിന്ന് ഒന്നും ഒളിച്ചു വയ്ക്കാനും ആകില്ല. എന്നിട്ടും എൻ്റെ ചരിത്രം വിശദീകരിക്കാൻ അവിടുന്ന് കൽപ്പിക്കുന്നു. അതിനാൽ ഞാൻ എൻ്റെ കഥ മുഴുവൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നൃഗൻ തൻ്റെ പൂർവ്വജന്മ കഥ പറയാൻ തുടങ്ങിയാണ്. നൃഗൻ തൻ്റെ കർമ്മകാണ്ഡത്തിലെ പ്രവർത്തനങ്ങൾ മൂലം തനിക്ക് സംഭവിച്ച അധപ്പതനത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ഭൂമിയിലെ പൊടിയുടെയും ആകാശത്തിലെയും നക്ഷത്രങ്ങളുടെയും വർഷപാതത്തിൻ്റെയും എണ്ണത്തിന് സമം പശുക്കളെ അദ്ദേഹം ദാനം ചെയ്തിരുന്നു അത്രേ. വൈദിക അനുഷ്ഠാനം അനുസരിച്ചുകൊണ്ട് ധർമ്മിഷ്ഠൻ ബ്രാഹ്മണർക്ക് പശുക്കളെ ദാനം ചെയ്യണമെന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നൃമഹാരാജാവ് ആത്മാർത്ഥമായിട്ട് ഈ തത്വം പാലിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വെളിവാകുന്നു. എന്നിരുന്നാലും ഒരു നിസ്സാരമായ തെറ്റുമൂലം അദ്ദേഹം ഗൗളിയുടെ ഓന്തിൻ്റെ ജന്മം സ്വീകരിക്കാൻ നിർബന്ധിതനായി. അതുകൊണ്ടാണ് ധർമ്മനിരതനായിരിക്കുന്ന ഒരുവൻ ദാനകർമ്മങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ദാനം കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ ഉദ്ദേശിച്ച് വേണം ചെയ്യാൻ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. ദാനം ചെയ്യുക എന്നാൽ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നാണ് അർത്ഥം. പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് ഒരുവൻ ഉപരിലോകത്തിലേക്ക് ഉയർത്തപ്പെട്ടേക്കാം. പക്ഷേ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് വെച്ച് അവിടെ നിന്ന് പതനമില്ലെന്നുറപ്പിച്ച്, മറിച്ച് ഫലാപേക്ഷയോടുകൂടി കർമ്മങ്ങൾ അവ എത്ര തന്നെ ധാർമ്മികമായിരുന്നാലും നമുക്ക് നിത്യാനന്ദം നൽകില്ലെന്ന് നൃഗകഥ വ്യക്തമായി തെളിയിക്കുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ പാപകർമ്മങ്ങളോ പുണ്യകർമ്മങ്ങളോ എന്തു തന്നെ ആയാലും പരമപുരുഷനു വേണ്ടിയിട്ടുള്ള യജ്ഞമായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ അവയുടെ ഫലം മനുഷ്യനെ ബാധിക്കും എന്നർത്ഥം. അത് പുണ്യകർമ്മം ചെയ്താലും പാപകർമ്മം ചെയ്താലും ഈശ്വര വിചാരമില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിച്ചാലും അതിൽ നിന്ന് വീണ്ടും ക്ഷീണേ പുണ്യം അത്യലോകം വിശാലം എന്ന് ഭഗവത്ഗീത തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പാപം ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിച്ച് തിരിച്ചു വരേണ്ടി വരും. പുണ്യം ചെയ്താൽ അതിൻ്റെ സുഖം അനുഭവിച്ച് തിരിച്ചു വരേണ്ടി വരും. ദാനം ചെയ്യുക എന്നാൽ ഭഗവാന് അർപ്പിതമായ ഭാവത്തിൽ ഏത് കർമ്മം ചെയ്താലും ഫലേച്ഛയില്ലാതെ സമർപ്പിതമായിട്ട് ചെയ്താൽ അത് നമ്മളെ ബന്ധിക്കുകയില്ല, ഇല്ലെങ്കിൽ ബന്ധിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ദാനം ചെയ്യപ്പെട്ട പശുക്കൾ സാധാരണ പശുക്കളായിരുന്നില്ല. അവയെല്ലാം യൗവനദശയിൽ എത്തി കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുത്തവയായിരുന്നു. ഒരു തവണ മാത്രം പ്രസവിച്ചവ അകിട് നിറയെ പാലുള്ളവയും ആരോഗ്യമുള്ളവയും ശാന്തശീലനുമായിരുന്നു. നിയമപരമായിട്ട് സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിയവയായിരുന്നു. സ്വർണം പൂശിയതായിരുന്നു. അവയുടെ കൊമ്പ് സ്വർണം പൂശിയതായിരുന്നു എന്ന്. കുളമ്പുകളിൽ വെള്ളി കെട്ടിച്ചിരുന്നു. അവയെ മുത്തുകളും മുത്തുമാലകളും തുന്നിപ്പിടിപ്പിച്ച പട്ടാമ്പരങ്ങൾ ധരിപ്പിച്ചിരുന്നു. വെറും കൊള്ളരുതാത്തവർക്കല്ല അവയെ ദാനം ചെയ്തിരുന്നത്. ഒന്നാം കിട ബ്രാഹ്മണർക്ക് തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. ആ ബ്രാഹ്മണരും വസ്ത്രഭൂഷാദികൾ കൊണ്ട് അലങ്കൃതമായിരുന്നു. സർവ്വയോഗ്യതകളും തികഞ്ഞവർക്കായിരുന്നു ഇപ്രകാരം ദാനം ചെയ്തിരുന്നത്. ഈ ബ്രാഹ്മണർ സമ്പന്നരായിരുന്നില്ല. അവരുടെ കുടുംബാംഗങ്ങളും അനുഷ്ഠിച്ചാണ് നിത്യവൃത്തി കഴിച്ചിരുന്നത്. ക്ഷത്രിയരോ വൈശ്യരോ പോലെ ഒരു യഥാർത്ഥ ബ്രാഹ്മണൻ ആർഭാടപരമായിട്ട് ജീവിതത്തിനായിക്കൊണ്ട് പണം കുമിച്ചു കൂട്ടാറില്ല സാധാരണ. അങ്ങനെ കുമിച്ചു കൂട്ടിയാൽ അത് തന്നെ അവരുടെ നാശത്തിനും ഇടവരും എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മറിച്ച് മിക്കവാറും ദരിദ്രാവസ്ഥയിൽ തന്നെ ആയിരുന്നു അവരുടെ ജീവിതം. ധനം മനസ്സിനെ ഭൗതിക ജീവിത മാർഗത്തിലേക്ക് തിരിച്ചുവിടുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഈ രീതിയിൽ ജീവിക്കുക എന്നത് യോഗ്യനായിരിക്കുന്ന അല്ലെങ്കിൽ ഈ രീതിയിൽ ജീവിക്കുക എന്നത് യോഗ്യനായിരിക്കുന്ന ബ്രാഹ്മണന്റെ വ്രതമാണ്. പ്രോന്നതമായിരിക്കുന്ന ഈ വ്രതത്തിൽ നിഷ്ഠരായിരുന്നു അന്നത്തെ ബ്രാഹ്മണരൊക്കെ. അവരൊക്കെ വേദപണ്ഡിതന്മാരുമായിരുന്നു. സ്വന്തം ജീവിതത്തിൽ നിഷ്ഠയോടെ തവാനുഷ്ഠാനങ്ങൾ നടത്തിവരും ഉദാരമതികളും യോഗ്യരായിരിക്കുന്ന ബ്രാഹ്മണരുടെ നിലവാരം സൂക്ഷിച്ചിരുന്നവരുമായിരുന്നു. എല്ലാവരോടും തുല്യ സൗഹൃദം പുലർത്തിയിരുന്നവരുമായിരുന്നു.
സർവോപരി യുവാക്കളും യോഗ്യന്മാരുമായിരിക്കുന്ന ബ്രാഹ്മണരെ പോലെ പ്രവർത്തിക്കാൻ കഴിവുള്ളവരുമായിരുന്നു. പശുക്കൾക്ക് പുറമെ ഭൂമി, സ്വർണം, ഭവനങ്ങൾ, കുതിരകൾ, ആനകൾ എന്നിവയും അവർക്ക് ദാനമായി നൽകിയിരുന്നു. അഭിവാദകർക്ക് ഭാര്യമാർ, ദാസികർ, ധാന്യം, വെള്ളി ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ, രത്നങ്ങൾ, വീട്ടുപകരണങ്ങൾ, രഥങ്ങൾ തുടങ്ങിയവയും ദാനവസ്തുക്കളിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ ദാനകർമ്മങ്ങളൊക്കെ വൈദിക അനുഷ്ഠാനങ്ങളുടെ ഒരു യജ്ഞമായിട്ടാണ് നൃഗരാജാവ് ചെയ്തിരുന്നത്. ബ്രാഹ്മണർക്ക് ഉപഹാരങ്ങൾ നൽകി എന്ന് മാത്രമല്ല, മറ്റു ധാർമ്മിക കാര്യങ്ങളും കിണർ കുഴിക്കുക, പാതവെക്കൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, കുളങ്ങൾ കുഴിക്കുക, കിണറുകൾ കുഴിക്കുക, പൊതു ആവശ്യത്തിനായിക്കൊണ്ട് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കർമ്മങ്ങളിൽ രാജാവ് വ്യാപൃതനായിരിക്കുന്നു. രാജാവ് തുടർന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആയിട്ടും ബ്രാഹ്മണന്റെ പശുക്കളിൽ ഒരെണ്ണം എങ്ങനെയോ എൻ്റെ പശുക്കളുടെ കൂട്ടത്തിൽ കടന്നുകൂടി. അതായത് ഒരു പ്രാവശ്യം ദാനം ചെയ്ത പശുക്കൾ തൻ്റെ അടുത്തേക്ക് തന്നെ വാസനാബലം കൊണ്ടോ എന്തോ ഞാൻ പോലും അറിയാതെ ഒരു പശു എൻ്റെ തൊഴുത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇതറിയാതെ അതിനെ വീണ്ടും ഞാൻ മറ്റൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു. പശുവിനെയും കൊണ്ടുപോകുന്ന വഴിക്ക് അതിൻ്റെ മുമ്പിലെത്തി യഥാർത്ഥ ഉടമ ഈ പശു തൻ്റേതാണെന്ന് അവകാശം ഉന്നയിച്ചു. ഈ പശുവിനെ നേരത്തെ എനിക്ക് നൽകിയതാണ്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കൊണ്ടുപോകുന്നത്? അപ്പം പണ്ടൊരിക്കൽ രാജാവ് തന്നെ ഈ പശുവിനെ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്തു. അതറിയാതെ ഈ പശു തനിയെ തൻ്റെ തന്നെ രാജ്യത്തേക്ക് വന്നു. ഇല്ലെങ്കിൽ മറ്റു പശുക്കളുടെ കൂടെ കൂടി ഇതറിയാതെ വേറൊരു ബ്രാഹ്മണന് വീണ്ടും ദാനം ചെയ്യാനിടവന്നു. ഇത് കൊണ്ടുപോകുന്ന വഴിക്ക് യഥാർത്ഥ ആദ്യം കിട്ടിയിരുന്ന ഉടമസ്ഥൻ ഇതെൻ്റെ പശുവാണെന്ന് പറഞ്ഞു. അവർ തമ്മിൽ തർക്കമായി. അങ്ങനെ ബ്രാഹ്മണർ തമ്മിൽ വഴക്കും വക്കാണവുമായി അവർ രാജാവിൻ്റെ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഞാൻ നേരത്തെ ദാനം ചെയ്ത പശുവിനെ ഞാൻ തിരിച്ചെടുത്ത് എന്നായി ആരോപണം. അത് അപഹരണമാണ് നടത്തിയെന്ന് രാജാവിനോട് പറഞ്ഞു. ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അത് തിരിച്ചെടുക്കുന്നത് വലിയ പാപമായിട്ടാണ് കണക്കാക്കുക, വിശേഷിച്ചും ഒരു ബ്രാഹ്മണനുമായിട്ടുള്ള ഇടപാട്. രണ്ട് ബ്രാഹ്മണരും ഇതേ ആരോപണം ഉന്നയിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ രാജാവ് ചിന്താക്കുഴപ്പത്തിലായി. വക്കാണത്തിന് ഇടയാക്കിയ ഈ പശുവിനെ പകരം ഓരോരുത്തർക്കും 1,00,000 പശുക്കളെ വീതം നൽകാമെന്ന് രാജാവ് പറഞ്ഞു. താൻ അവരുടെ ദാസനാണെന്നും എന്തോ അബദ്ധം പറ്റിയതാണെന്നും രാജാവ് അവരോട് കേണു പറഞ്ഞു. ആ തെറ്റ് തിരുത്താൻ തൻ്റെ മേൽ കരുണ കാണിക്കണമെന്നും ഒരു പശുവിന് പകരം താൻ വെച്ച പരിഹാര നിർദ്ദേശം അംഗീകരിക്കണമെന്നും അദ്ദേഹം അപേക്ഷിക്കുകയും ചെയ്തു. ഈ അബദ്ധം കാരണം നരകത്തിൽ പതിക്കാൻ ഇടയാകരുത് എന്ന് രാജാവ് വികാരഭരിതനായി ബ്രാഹ്മണരോട് അപേക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് അറിയാതെ ചെയ്ത അപരാധത്തിന് ക്ഷമിക്കണം എന്ന് ബ്രാഹ്മണരോട് ആവശ്യപ്പെട്ടു. അതിന് പകരമായിട്ട് ഓരോ 1,00,000 പശുക്കളെ നിങ്ങൾക്ക് ദാനമായി തരാമെന്നും പറഞ്ഞു. പക്ഷേ ബ്രാഹ്മണൻ്റെ വസ്തുവിനെ ബ്രഹ്മസം എന്നാണ് പറയുക. മനുസ്മൃതി അനുസരിച്ചുകൊണ്ട് ഭരണകൂടത്തിന് പോലും അതിനെ കൈവശം വയ്ക്കാൻ അവകാശമില്ല. പശു തൻ്റേതാണെന്ന് ഒരു പരിതസ്ഥിതിയിലും അതിനെ തിരിച്ചെടുക്കാൻ പാടില്ലെന്നും രണ്ട് ബ്രാഹ്മണരും വാശി പിടിച്ചു. 1,00,000 പശുക്കളെ പകരം വാങ്ങാൻ ഇരുവരും തയ്യാറുമായില്ല. ഇങ്ങനെ രാജാവിൻ്റെ നിർദ്ദേശത്തോട് വിയോജിച്ചുകൊണ്ട് 2 പേരും കോപിഷ്ഠരായി സ്ഥലം വിട്ടു. തങ്ങളുടെ നിയമ അനുസൃതമായിട്ട് സ്വത്ത് കയ്യേറിയത് എടുത്തതായിട്ട് 2 പേരും കരുതുകയും ചെയ്തു. ഇതാണ് കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണെന്ന് പറയുന്നത്. നല്ലതുദ്ദേശമുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ ചിലപ്പം ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റാൻ ഇടവരും. നമ്മൾ പോലും അറിയാതെ സംഭവിക്കും. അതിന് ചിലപ്പം ശ്രമിച്ചാലും പരിഹാരവും ഇല്ലാതെ വരും. ഇതൊക്കെ കഴിഞ്ഞ് രാജാവിന് സ്വന്തം ഭൗതിക ദേഹം ഉപേക്ഷിക്കാൻ കാലമെത്തിയപ്പോൾ അദ്ദേഹത്തെ മൃത്യുവിൻ്റെ അതിദേവതയായിരിക്കുന്ന യമരാജൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. പുണ്യകർമ്മങ്ങളുടെയും ധാർമ്മിക കർമ്മങ്ങളുടെയും സദ്ഫലമാണോ ദുഷ്കർമ്മങ്ങളുടെ ഫലമാണോ ആദ്യം അനുഭവിക്കേണ്ടതെന്ന് യമരാജൻ രാജാവിനോട് ചോദിച്ചു. അതായത് പുണ്യകർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്, അറിയാതെ പാപകർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് കർമ്മഫലമാണ് ആദ്യം അനുഭവിക്കേണ്ടത് എന്ന് യമരാജൻ ഈ പരേതാത്മാക്കളോട് ചോദിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ രാജാവിനോട് ചോദിച്ചു. അനേകം ദാനധർമ്മങ്ങളും ധാർമ്മിക പ്രവർത്തികളും അനുഷ്ഠിച്ചിരുന്നതിനാൽ നൃഗരാജാവിൻ്റെ സുഖജീവിതത്തിൻ്റെ സീമ എത്രയെന്ന് അറിയില്ലായിരുന്നു.
സൂചിപ്പിക്കുകയും ചെയ്തു. രാജാവിൻ്റെ ഭൗതിക സുഖത്തിന് വാസ്തവത്തിൽ സീമയില്ലായിരുന്നു. എന്നാൽ ഈ സൂചന ഉണ്ടായിരുന്നിട്ടും രാജാവ് അന്താളിച്ചുപോയി. ആദ്യം അധാർമികമായിരിക്കുന്ന കർമ്മങ്ങളുടെ ദുഷ്ഫലം അനുഭവിക്കാനും തുടർന്ന് പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുമാണ് അദ്ദേഹം തീരുമാനിച്ചത്. അതിനാൽ ഉത്തരക്ഷണത്തിൽ തന്നെ യമരാജൻ അദ്ദേഹത്തെ ഒരു ഓന്തായിട്ട് മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് ഓന്തായിട്ട് ജനിക്കാൻ ഇടവന്നത്. ഒരു വലിയ ഓന്തിൻ്റെ രൂപത്തിൽ നൃഗമഹാരാജാവ് ദീർഘകാലം ഒരു കിണറ്റിൽ, വെള്ളമില്ലാത്ത കിണറ്റിൽ കഴിഞ്ഞുകൂടി. അദ്ദേഹം ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു, ഈ അധപ്പതിച്ച ജീവിതാവസ്ഥയിലായിരുന്നിട്ടും ഞാൻ വെറുതെ അങ്ങയെ ഓർത്തു. ഭഗവാനെ എൻ്റെ സ്മരണ പരാജയപ്പെട്ടില്ല. ഫലാപേക്ഷയോടെയുള്ള കർമ്മങ്ങളുടെ തത്വങ്ങൾ പിന്തുടർന്നു. എന്തെങ്കിലും ഭൗതിക ലാഭം ഉണ്ടാക്കുന്നവർ അത്ര വലിയ ബുദ്ധിമാന്മാരല്ല എന്നാണ് മഹാരാജാ നൃഗൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. അതായത് എന്തെങ്കിലും ഭൗതിക ലാഭങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അത്ര വലിയ ബുദ്ധിമാന്മാരൊന്നും അല്ല എന്നാണ് മഹാരാജാ നൃഗൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. മൃത്യുവിൻ്റെ അതിദേവതയായിരിക്കുന്ന യമരാജൻ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകിയപ്പോൾ വേണമെങ്കിൽ രാജാ നൃഗന് പുണ്യകർമ്മങ്ങളുടെ ഫലം ആദ്യം അനുഭവിക്കാമായിരുന്നു. എന്നാൽ അതിന് പകരം ആദ്യം ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുകയാണ് നല്ലതെന്ന്, തുടർന്നും തടസ്സം കൂടാതെ സൽക്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാവല്ലോ എന്നുമാണ് രാജാവ് കരുതിയത്. മൊത്തത്തിൽ അദ്ദേഹത്തിൽ കൃഷ്ണ അവബോധം വികസിച്ചിരുന്നു. കൃഷ്ണ അവബോധം ഉള്ളയാൾ ഈശ്വരപ്രേമം, അതായത് കൃഷ്ണ പ്രേമമാണ് വളർത്തുക. പുണ്യകർമ്മങ്ങളോടോ പാപകർമ്മങ്ങളോടോ ഉള്ള പ്രേമം അവർക്കുണ്ടാകില്ല. അവർക്ക് ഭഗവാനോടുള്ള പ്രേമം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കർമ്മഫലത്തോടുള്ള മമതാബന്ധമോ അഭിനിവേശമോ ഒന്നും ആസക്തിയോ അത്യാസക്തിയോ അവർക്കുണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തികളുടെ ഫലത്തിന് വിധേയനാകുകയുമില്ല. ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭക്തൻ ഒരിക്കലും ഫലാപേക്ഷയോടെയുള്ള കർമ്മങ്ങളുടെ ഫലങ്ങൾക്ക് വിധേയനാകരുത്. അതുകൊണ്ടാണ് ഭഗവാൻ ആവർത്തിച്ച് ഗീതയിലൊക്കെ പറയുന്നത്, ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യൂ. കർമ്മണ്യേ വാധിഹാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മ ഫലഹേതുർഭും അതേ സങ്കോസ്ത കർമ്മണി എന്ന് പറഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്താ? യോഗസ്ഥ കുരുകർമാണി സംഘം തക്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്ചതേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശ്വരപ്രാപ്തിക്കുള്ള യോഗം സിദ്ധിക്കണമെങ്കിൽ കിട്ടുന്നതിലും കിട്ടാത്തതിലും ഒന്നും ഭ്രമിക്കരുത്. അതാണ് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യണമെന്ന് പറയുന്നത്. ഒരേ ഒരു ഫലമേ നമുക്ക് വേണ്ടൂ, ഈശ്വരപ്രസാദം. ആ ഈശ്വരപ്രസാദം എപ്പോൾ ലഭിക്കുന്നുവോ അപ്പോൾ മുതൽ പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ എന്നാണ്. ഈ അല്പമാത്രമായ കർമ്മം പോലും മഹത്തായ ഫലത്തെ നൽകും എന്ന് പറഞ്ഞ പോലെ, അറിയാതെയാണെങ്കിലും അല്പമാത്രമായിരിക്കുന്ന ഒരു പാപകർമ്മം പോലും നമുക്ക് മഹത്തായ ഫലത്തിലേക്ക് എത്തിക്കും. അതാണ് നൃഗന് സംഭവിച്ചത്. അറിയാതെ ചെയ്ത തെറ്റാണെങ്കിലും അവിടെ അടുത്ത ജന്മത്തിൽ ഓന്തായിട്ട് ജനിച്ചിട്ടും ഭഗവാനുമായിട്ടുള്ള നേരിട്ട് സമ്പർക്കത്തിന് ഇട നൽകി. ഇതാണ് ഏറ്റവും വലിയ പുണ്യകർമ്മത്തിൻ്റെ ഫലം എന്നർത്ഥം. അതുകൊണ്ട് പിന്നീട് ശേഷമുള്ള ജീവിതകാലം മുഴുവൻ സ്വർഗത്തിൽ സുഖമായിട്ട് പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് ജീവിക്കാനും കൃഷ്ണ അവബോധത്തോടുകൂടി ജീവിക്കാനും നൃഗന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. അപ്പം രാജാവായിരുന്നിട്ടും എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ടായിട്ടും പുണ്യകർമ്മങ്ങളുടെ ഒരു സംഭരണി തന്നെ ഉണ്ടായിരുന്നു. അത്രമാത്രം ജീവിതകാലത്ത് ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരു അബദ്ധം, അത് അറിയാതെ സംഭവിച്ചതാണ്. എന്നിട്ടും യമരാജൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ആദ്യം ഏതാ അനുഭവിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഏതായാലും ശകലം ബുദ്ധിമാനായിരുന്നു കൊണ്ടാണ്, ഈശ്വര അനുഗ്രഹമുള്ള ദൈവാധീനമുള്ളവർക്കേ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ തന്നെ തോന്നും. അതിലൊരു അബദ്ധം പറ്റിയതിൽ നല്ല അവബോധം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു അബദ്ധം പറ്റിയതിൻ്റെ ഫലം ആദ്യം അനുഭവിക്കുന്നതായിരിക്കും നല്ലതെന്ന് സ്വയം തീരുമാനിച്ചു. അതനുസരിച്ച് കൊണ്ട് ഉള്ള ജന്മത്തിലേക്ക് പോയി. അത് ഒരു മഹത്തായ ഫലത്തെ ഉണ്ടാക്കി. അപ്പോൾ ശ്രീകൃഷ്ണനുമായിട്ടുള്ള നേരിട്ട് ബന്ധമുണ്ടായെന്ന് മാത്രമല്ല, ഈ മൃഗാവസ്ഥയിൽ ഇല്ലെങ്കിൽ ഈ ഓന്തായിട്ടിരിക്കുന്ന അവസ്ഥയിലും ഭഗവാനെ സ്മരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയോ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് രാജാ നൃഗൻ ഭഗവാനെ കാണാനാണ് ആഗ്രഹിച്ചത്. അത് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു.
അദ്ദേഹം തുടർന്ന് ഭഗവാനെ എന്നെങ്കിലും ഒരിക്കൽ അങ്ങയെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഇങ്ങനെ ഒരു ഓന്തിൻ്റെ ശരീരത്തിൽ വന്ന് ജനിച്ചിട്ട് അങ്ങയുടെ കരസ്പർശത്താൽ തന്നെ എൻ്റെ ജന്മം മാറ്റിമറിച്ചു. ഇതാണ് സ്പാർക്കിംഗ് എന്ന് പറയുന്നത്. സദ്ഗുരുക്കന്മാരെ കണ്ടാൽ പോലും ഇതുപോലെ സ്പാർക്കിംഗ് ഉണ്ടാവും. ചിലർക്ക് കരസ്പർശത്താലുണ്ടാവും, ചിലർക്ക് പാദസ്പർശത്താലുണ്ടാവും, ചിലർക്ക് ദൃഷ്ടി മാത്രം കൊണ്ട് തന്നെ സംഭവിക്കും. ഇതാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ ഭക്തിയുടെ പ്രഭാവത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്താലാണ് യഥാർത്ഥ ഫലം ലഭിക്കുക എന്നർത്ഥം. നമുക്ക് ഇച്ഛ ഉണ്ടാകരുത്, പ്രകൃതി അതനുസരിച്ചുള്ള ഫലത്തെ നൽകും. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.